അന്തരിച്ച നടൻ സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി കലാകേരളം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ എറണാകുളം പറവൂർ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം പറവൂരിലെ വീടായ ലാഫിംഗ് വില്ലയിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3:30 വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു നടന്റെ അന്ത്യം. രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ആയിരക്കണക്കിന് ആളുകളാണ് നടന്റെ വിയോഗമറിഞ്ഞ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നത്. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നുണ്ട്. സൈഫുനിസ, മലയാളത്തിന് തീരാത്ത നഷ്ടമാണ് സലീം കുമാറിൻ്റെ വിടവാങ്ങൽ. തീർച്ചയായും ധാരാളം ആളുകൾ ഇന്നലെ വൈകിട്ട് തന്നെ നമുക്ക് കാണാം, ധാരാളം സിനിമാ രംഗത്തുള്ളവരും അല്ലാതെയുള്ള ആളുകളും രാഷ്ട്രീയ രംഗത്തുള്ളവരുമൊക്കെ അദ്ദേഹത്തിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി എത്തുന്നുണ്ടായിരുന്നു. പൊതുദർശനം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഇന്നലെ രാത്രിയാണ് ശാരീരിക അവസ്ഥകളെ തുടർന്ന് ചികിത്സയിലായിരുന്ന സലീം കുമാറിന്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം ചിലർ ഇവിടെ അദ്ദേഹത്തിന്റെ മൃതദേഹം നോക്കി കാണാനായി എത്തിയിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പൊതുദർശനം നടത്തിയ ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം അമൃത ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സലീം കുമാറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്ന് പറവൂരിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് പറവൂരിലേക്ക് കൊണ്ടുപോയി അവിടെ പറവൂർ ടൗൺ ഹാളിൽ രാവിലെ 9 മണി മുതൽ പൊതുദർശനം നടക്കും. 9 മണി മുതൽ 1 മണി വരെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷമാകും അദ്ദേഹത്തിന്റെ പറവൂരിലെ ലാഫിംഗ് വില്ല എന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. 1 മണി മുതൽ വൈകിട്ട് 3:30 വരെ വീട്ടിലാകും പൊതുദർശനം. അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയാണ് വീട്ടിൽ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം വീട്ടുവളപ്പിൽ തന്നെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരു മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട എന്നും വീട്ടിൻ്റെ ആ ഒരു പരിസരത്ത് തന്നെ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കണമെന്നും സലീം കുമാർ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് സലീം കുമാറിന് അവിടെ തന്നെ സംസ്കാര ചടങ്ങുകൾ കുടുംബം തീരുമാനിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് മൃതദേഹം വയ്ക്കുമ്പോൾ രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും എന്നാണ് കരുതുന്നത്. കാരണം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനാണ്. അവർക്ക് ഏറ്റവും അടുത്ത ഒരു അയൽവാസി എന്ന രീതിയിൽ പോലും ഏറ്റവും അടുപ്പമുള്ള ഒരു കലാകാരനാണ്. ഏറെ കാലങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഒക്കെ തന്നെ ചിരിയായും ചിന്തയായും ഒക്കെ സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മലയാളികൾക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും അടുപ്പമുള്ള ഒരു താരം കൂടിയാണ് സലീം കുമാർ. ആ സലീം കുമാറാണ് അകാലത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അകാലത്തിൽ എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് 56 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹത്തിന് ഏറെ കാലമായി ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷം കരൾ മാറ്റിവെക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷം പിന്നീട് കിഡ്നി സംബന്ധമായ അസുഖങ്ങളായിരുന്നു. കിഡ്നി മാറ്റിവെക്കണമെന്ന നിർദ്ദേശം ഈ ഡോക്ടർമാർ നൽകിയിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വീട്ടുകാർ നടത്തുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അതിനിടെയാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധ വന്നത്. ന്യൂമോണിയയുടെ ആദ്യഘട്ടമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ ആശുപത്രിയിൽ എത്തിയപ്പോൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് ന്യൂമോണിയാണ് എന്ന് മനസ്സിലാവുകയും പിന്നീട് അദ്ദേഹത്തിന് നേരെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി സലീം കുമാറിൻ്റെ അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടായി മലയാള സിനിമയിലെ ഹാസ്യ കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ ഹാസ്യ വേഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താനാകാത്ത ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു സലീം കുമാർ. എപ്പോൾ ഒരു സിനിമ എടുത്താലും അതിലൊരു മികച്ച കഥാപാത്രമായി സലീം കുമാറിന് ഒരു സ്ഥാനമുണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. 2000-ന് ശേഷം സലീം കുമാറിൻ്റെ ഏറ്റവും താരമെന്ന നിലയിൽ, നടൻ എന്ന നിലയിൽ ഏറ്റവും ഉയർച്ചയിലുള്ളൊരു ഘട്ടം കൂടിയായിരുന്നു. കാരണം അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളിപ്പോഴും ഓർത്തോർത്ത് ചിരിക്കുന്ന കഥാപാത്രങ്ങൾ. ഇപ്പോൾ തെങ്കാശിപട്ടണം, CD മൂസ, മീശ മാധവൻ, ചെസ്, അങ്ങനെ ഒട്ടനേകം സിനിമകൾ അദ്ദേഹത്തിൻ്റെ, നമുക്കിപ്പോൾ പേരെടുത്ത് ഓരോന്നും പറയാൻ കഴിയില്ല, അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിരുന്നത്. ഒരു ഹാസ്യ സാമ്രാട്ടായി തനിക്ക് മലയാള സിനിമയിൽ തിളങ്ങാൻ കഴിയുമെന്ന് മലയാളികളെ അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ച ഒരു കഴിഞ്ഞ വർഷങ്ങൾ കൂടിയായിരുന്നു 2000-ന് ശേഷമുള്ള വർഷങ്ങൾ. പിന്നീട് സലീം കുമാർ കൂടി ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ, സലീം കുമാർ കൂടി ഉണ്ടെങ്കിൽ, സലീം കുമാർ ആയിരുന്നു ഈ കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ പോലും പല സിനിമകളെയും മലയാളികൾ വിലയിരുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ പാഠവം അല്ലെങ്കിൽ അഭിനയ മികവ് പോയിരുന്നു. എന്തായാലും 2005-ന് ശേഷം അദ്ദേഹം ഇങ്ങനെയൊരു ഹാസ്യതാരമായി മാത്രം ഒതുങ്ങാൻ തീരുമാനിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം കലാമൂല്യമുള്ള സിനിമകളുടെ കൂടി ഭാഗമായിരുന്നു. മികച്ച കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം കിട്ടുന്നതൊന്നും കൈ
കൈവിട്ട് കളഞ്ഞിരുന്നില്ല. ആ കഥാപാത്രങ്ങൾ ഇപ്പോൾ അച്ഛനുറങ്ങാത്ത വീട്ടിലെ അച്ഛനെയൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. അത്രയും മകളുടെ ആ ഒരു ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അത് ബാധിക്കുന്നത് ആ അച്ഛനെയാണ്. ആ അച്ഛൻ ആ 3 പെൺമക്കളെയും കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളും നിമിഷങ്ങളും എല്ലാം തന്നെ മലയാളികൾക്ക് ഏറ്റവും അടുത്ത് നിന്ന് മനസ്സിലാകുന്ന തരത്തിലായിരുന്നു അത് സലീംകുമാർ എഴുതി വെച്ചത്. അതുപോലെ തന്നെ 2010 വന്ന ആദാമിൻ്റെ മകൻ അബുവിലെ അബു എന്ന് പറയുന്ന ഹജ്ജിന് പോകാൻ അത്രയേറെ ആഗ്രഹിക്കുന്ന അത്രയേറെ താല്പര്യപ്പെടുന്ന ഒരു കഥാപാത്രം. അതിനുവേണ്ടി ഓരോ തുട്ടും ഓരോ നാണയത്തുട്ടും ശേഖരിച്ച് വെക്കുന്ന ഭാര്യയ്ക്കൊപ്പം ഹജ്ജിന് പോകാനായി വീട്ടിൻ്റെ മുറ്റത്തെ മരം മുറിച്ച് അതുപോലും എടുത്ത് മുറിച്ച് മാറ്റി അതിൽ നിന്നും പൈസ ശേഖരിച്ച് അങ്ങനെ ഹജ്ജിന് പോകാൻ ഏറെ കാത്തിരിക്കുന്ന അതിൻ്റെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന അബു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ കഥാപാത്രം. ആ കഥാപാത്രമൊക്കെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. ആ കഥാപാത്രത്തിലെ അഭിനയത്തിലാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും ഒക്കെ തേടിയെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന് ശാരീരിക അവസ്ഥകൾ പിന്നീട് കുറച്ചുകൂടി കടുപ്പമായി വരുന്നു 2015 ശേഷം. അതിനുശേഷമാണ് അദ്ദേഹം സിനിമകളുടെ എണ്ണം കുറച്ചത്. അതല്ലെങ്കിൽ ഒരു സലീംകുമാറിൻ്റെ സിനിമയായിട്ട് ഒരു 10 സിനിമയെങ്കിലും ഒരു വർഷം ഉണ്ടാകുമായിരുന്നു. സലീംകുമാർ അഭിനയിച്ച സിനിമകൾ ഏറ്റവും കുറഞ്ഞത് ഒരു സിനിമകളെങ്കിലും ഒരു വർഷം ഉണ്ടാകുമായിരുന്നു അങ്ങനൊരു കണക്കെടുത്ത് നോക്കിയാൽ പോലും. പക്ഷേ 2019 ശേഷം വളരെ തുച്ഛമായിരുന്ന ചില സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അദ്ദേഹം വേഷമിട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ അദ്ദേഹം ഒരു സിനിമയിൽ മാത്രമാണ് അഭിനയിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്ക് അദ്ദേഹം കർത്തജൂതൻ എന്ന പേരിൽ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുകയും മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം ആ സിനിമയിലൂടെ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. പൊക്കാളി കൃഷിയെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള സിനിമകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത അങ്ങനെ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന കലയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഏതെല്ലാം മേഖലയിൽ തനിക്ക് കഴിവ് തെളിയിക്കാനാകുമോ ആ മേഖലയിലെല്ലാം തന്നെ മികച്ചതാകാൻ അല്ലെങ്കിൽ അവിടെയെല്ലാം തൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാൻ ആഗ്രഹിച്ച ഒരു കലാകാരൻ കൂടിയാണ് സലീംകുമാർ. ആ രീതിയിൽ സലീംകുമാറിനെ അടയാളപ്പെടുത്തേണ്ടത് തന്നെ ഉണ്ട് കേരളം. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് അഭിനയത്തിൽ മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ കഴിവുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ സംവിധാനമുള്ള മേഖലയിലടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ്. ചിലപ്പോൾ ആരോഗ്യം സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇനി എത്രയോ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തേനെ, കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചേനെ. അതൊക്കെ ഇപ്പോൾ മലയാളികൾക്ക് നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞുപോയ കുറേ മികച്ച സിനിമകളുടെ ഓർമ്മകളിലാണ് മലയാളികൾ ഓരോരുത്തരും. ട്രോളന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു സലീംകുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു മീമില്ലാത്ത അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രോളില്ലാത്തൊരു ദിവസം ചിലപ്പോൾ നമുക്കൊരു സാമൂഹിക മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് ഓടിച്ചു പോയാൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല. ആ രീതിയിൽ സലീംകുമാറിനെ ഏറ്റെടുത്ത മലയാളികളാണ്. പുതുതലമുറയിലുള്ളതും പഴയ തലമുറയിലുള്ളവരും എല്ലാവരും തന്നെ മില്ലേനിയൽസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവർക്ക് ഏറ്റവും അവരുടെ ഓർമ്മകളിൽ അവർ ജഗതി കഴിഞ്ഞാൽ പിന്നീട് അവർ കണ്ടു വളർന്ന് ഇഷ്ടപ്പെട്ട, അവർക്കൊപ്പം സഞ്ചരിച്ച് അല്ലെങ്കിൽ അവർക്കൊപ്പം അവർ പറഞ്ഞ പല കോമഡികളും ഇപ്പോൾ കോളേജിലാണെങ്കിൽ പോലും അവർ പറയുന്ന കോമഡികൾ പോലും ഈ സലീംകുമാറിൻ്റെ കഥാപാത്രങ്ങൾ പറഞ്ഞ ചില കോമഡികളായിരിക്കും. സുഹൃത്തുക്കളോട് സൗഹൃദം പങ്കുവയ്ക്കുമ്പോൾ പോലും അത് കോട്ട് ചെയ്യുന്നത് സലീംകുമാറിൻ്റെ കഥാപാത്രങ്ങളിൽ പറഞ്ഞ സംഭാഷണങ്ങളായിരിക്കാം. ആ രീതിയിൽ മലയാളികൾക്ക് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരു നടനാണ് സലീംകുമാർ. ആ സലീംകുമാറിനെയാണ് ഇപ്പോൾ 56-ാം വയസ്സിൽ അദ്ദേഹത്തെ നഷ്ടമായിരിക്കുന്നത്. ആ വിയോഗം വലിയ ഒരു വിടവ് തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് സിനിമകളിൽ ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ ചെയ്യാനിരുന്ന ഒരു കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ബാക്കി വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. 9 മണിയോടുകൂടി പറവൂരിലേക്ക് കൊണ്ടുപോകും. പറവൂരിൽ ടൗൺ ഹാളിലാകും അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുക. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ സിനിമാ മേഖലയിലുള്ള പ്രമുഖരെല്ലാവരും തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം